പ്രിയപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഊർജ്ജസ്വലനായിട്ടുള്ള പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, നമ്മുടെ എല്ലാം സ്നേഹാദരണീയനായിട്ടുള്ള നേതാവ്, രാജ്യസഭയുടെ മുൻ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രൊഫസർ പി ജെ കുര്യൻ, കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ അംഗം, പാർലമെൻ്ററി പാർട്ടി ചീഫ് വിപ്പുമായിട്ടുള്ള പ്രിയപ്പെട്ട മാവേലിക്കര MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, പ്രിയങ്കരനായിട്ടുള്ള പത്തനംതിട്ട MP ആൻറ്റു ആൻ്റണി, ഏറ്റവും പ്രിയപ്പെട്ട ഈ ജില്ലയുടെ പ്രിയങ്കരനായ നേതാവായി ഇപ്പോൾ തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ LDFൻ്റെ ഉരുക്കുകോട്ട എന്നവർ പറഞ്ഞ സീറ്റ് രണ്ടാമത് തവണയും വിജയിച്ച് പാർലമെൻറ്റിലെത്തിയ പ്രിയങ്കരനായിട്ടുള്ള അടൂർ പ്രകാശ് MP, പ്രിയപ്പെട്ട KPCCയുടെ സംഘടനാ കാര്യങ്ങൾ നോക്കുന്ന ജനറൽ സെക്രട്ടറി M ലിജു, പ്രിയങ്കരിയായിട്ടുള്ള ഈ ജില്ലയിൽ വളരെ മെച്ചപ്പെട്ട രീതിയിൽ 2025 ഇലക്ഷനെ മേൽനോട്ടം വഹിക്കുന്ന ഷാനി മോൾ ഉസ്മാൻ, AICCയുടെ ഊർജ്ജസ്വലനായിട്ടുള്ള സെക്രട്ടറി, തമിഴല്ല മലയാളവും പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അരിവഴകൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട അരിവഴകൻ, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയിട്ടുള്ള എൻ്റെ സഹോദരൻ ശ്രീ രാഹുൽ മങ്കൂട്ടത്തിൽ, ഈ ജില്ലയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി MM നസീർ, ഈ ജില്ലയിൽ നിന്നുള്ള KPCC ജനറൽ സെക്രട്ടറി ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ പഴകുളം മധു, പ്രിയപ്പെട്ട മുൻ DCC പ്രസിഡന്റ്മാർ ശ്രീ കേശവദാസൻ നായർ, ശ്രീ മോഹൻരാജ്, പ്രിയങ്കരനായിട്ടുള്ള മുൻ മന്ത്രി പന്തളം സുധാകരൻ, മലയത്ത് സരള ചേച്ചി, ശ്രീ ജോർജ് മാമൻ കുണ്ടൂർ, UDF കൺവീനർ ഷംസുദ്ദീൻ, പ്രിയപ്പെട്ട KPCC ഭാരവാഹികൾ ഷൈലാജ്, റിങ്കു ചെറിയാൻ, അനീഷ് വരിക്കണ്ണാമല, ഏറ്റവും പ്രിയപ്പെട്ട വാർഡ് പ്രസിഡന്റ്മാർ, ബൂത്ത് പ്രസിഡന്റ്മാർ, ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റ്മാർ, മറ്റു നേതാക്കളെ, സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിൻ്റെ ക്രീമായ നേതാക്കളുടെ ഈ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നു. വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിലും അത് കഴിഞ്ഞ് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്കും പാർട്ടിയെ നയിക്കാൻ താഴേത്തട്ട് മുതൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഈ ജില്ലയിലെ പാർട്ടിയുടെ ഈ 2 നിർണായക തിരഞ്ഞെടുപ്പുകളിലെയും ചുക്കാൻ പിടിക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള നേതാക്കന്മാരുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായി എൻ്റെ വിനീതമായിട്ടുള്ള അഭിവാദ്യങ്ങൾ. നമുക്കറിയാം, രാജ്യം അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ദേശീയ രാഷ്ട്രീയം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയും സർക്കാരും നാട്ടിലെ ജനങ്ങളുടെ മൗലികമായ പ്രശ്നങ്ങളേക്കൊന്നും കണ്ണോടിക്കാതെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജീവിത പ്രയാസങ്ങളും കൊണ്ട് ദുരിതമുട്ടുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെയെല്ലാം മാറ്റുന്നതിന് വേണ്ടി, അതിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി വിദ്വേഷത്തിൻ്റെ പ്രചരണവുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന ഒരു സർക്കാരാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമുക്ക് അടിസ്ഥാനപരമായി നമ്മുടെ ഭരണഘടന, ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ട, ഈ വർഷം കോൺഗ്രസ് പാർട്ടി മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് 1 വർഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓരോ കോൺഗ്രസ്സുകാരനും അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണ് ഗാന്ധിജി നമ്മുടെ പ്രസിഡൻ്റായത് 1924 ഡിസംബർ മാസം 24-ാം തീയതി ബൽഗാം സമ്മേളനത്തിൽ വെച്ചാണ്. 1 വർഷം മാത്രമാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചത്. 100 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 100 വർഷം പിന്നിടുമ്പോൾ, ഈ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആ ഗാന്ധിയുടെ സ്മരണകളെ തന്നെ തമസ്കരിക്കാൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച് അഹിംസയുടെ സഹനസമരവുമായി
ഈ നാടിലാകമാനം ദേശവ്യാപകമായി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉജ്ജ്വലമായ സമരമുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച് സ്വാതന്ത്ര്യം നേടിത്തരാൻ നേതൃത്വം കൊടുത്ത മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ സ്മരണകളല്ല. ഗാന്ധിജിയേക്കാൾ ഓർമ്മിക്കേണ്ടത് ഗാന്ധിജിയെ ഒരു വെടിയുണ്ടക്കിരയാക്കി കൊന്നു തീർത്ത നാഥുറാം ഗോഡ്സെയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഭരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യക്കാരന് സ്വന്തം നിവർന്നു നിൽക്കാൻ, ഓരോ പൗരൻ്റെയും മൗലികമായ അവകാശങ്ങളെ നിലനിർത്താൻ, നമുക്ക് വസ്ത്രം ധരിക്കാൻ, നമുക്ക് ആഹാരം കഴിക്കാൻ, നമുക്ക് സഞ്ചരിക്കാൻ, നമുക്ക് സംസാരിക്കാൻ, എല്ലാ അവകാശങ്ങളും മൗലികമായി നമ്മുടെ സ്വതന്ത്രമാക്കി തന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മഹോത്തരമായ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടനയെ പുച്ഛിച്ചു തള്ളി അതിൻ്റെ വില ഇല്ലാതാക്കി കളഞ്ഞ് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറിനെ അവഹേളിച്ച് ഭരണഘടനയെയും സ്വാതന്ത്ര്യസമര നായകന്മാരായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും സർദാർ വല്ലഭായ് പട്ടേലിനെയും മൗലാന അബ്ദുൽ കലാം ആസാദിനെയും ഒക്കെയുള്ള നേതാക്കന്മാരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം. തനിക്കിഷ്ടമുള്ള 2, 3, 4 മുതലാളിമാർക്ക് വേണ്ടി ഇന്ത്യയിലെ മുഴുവൻ സ്വത്തുക്കളും സമ്പത്തുകളും തീരെഴുതി കൊടുത്ത്, എവിടെ നിങ്ങൾ എയർപോർട്ടിൽ പോയാലും അത് അഡാനിയുടെ എയർപോർട്ട്, എവിടെ നിങ്ങൾ തുറമുഖം കണ്ടാലും അത് അഡാനിയുടെ തുറമുഖം, LICയിൽ പോയാൽ, എന്തിനേറെ പറയുന്നു, സമസ്ത മേഖലയിൽ പോയാലും അവിടെയൊക്കെ തൻ്റെ സ്വന്തക്കാരനായ ഒരാൾക്ക് ക്രമവിരുദ്ധമായിട്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ തീരെഴുതി കൊടുക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടം. എന്നിട്ട് ദേശീയതയുടെ മുദ്രാവാക്യവും രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ അവകാശവാദവും ഓർമ്മയാണ് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിലായിട്ട് ഇതിന് മുമ്പും നമ്മുടെ രാജ്യത്തിലേക്ക് നിയമവിരുദ്ധമായി കുടിയേറി പാർത്ത, മറ്റു രാജ്യങ്ങളിൽ കുടിയേറി പാർത്ത ഇന്ത്യക്കാരെ മടക്കി കൊണ്ടുവരാറുണ്ട്. കുര്യൻ സാറൊക്കെ ക്യാബിനറ്റിലും അതുപോലെ പാർലമെന്റിലും ഒക്കെ ഇരുന്ന കാലത്ത് അറിയാം. ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഇന്ത്യയെ അപമാനിക്കപ്പെട്ട് 2 കൈയിലും കൽവിലകളിൽ വെച്ച് കുടിക്കാനൊരു ഗ്ലാസ് വെള്ളം പോലും കിട്ടാതെ ഇന്ത്യക്കാരനായി ജനിച്ചുപോയി എന്ന ഒറ്റ കാരണം കൊണ്ട് അമേരിക്കയിൽ നിന്നും അവരുടെ സൈനിക വാഹനത്തിൽ പറഞ്ഞയച്ച് ഇന്ത്യയെ നാണം കെടുത്തുന്ന കാഴ്ച കണ്ടു. ചിലർക്ക് പൃഷ്ഠത്തിൽ ആല് മുളച്ചാൽ അത് നാണം അല്ല, അതും തങ്ങളുടെ ഏറ്റവും വലിയ ബഹുമതിയാണെന്ന് പറയുന്ന സ്വഭാവമാണ്. നരേന്ദ്രമോദി പറയുന്നത് ഈ 2 കൈയിലും ആമം വെച്ച് അയക്കുന്നു ഇന്ത്യക്ക് ബഹുമതിയാണെന്ന് പറയാൻ മോഡി ഭക്തന്മാരെ കൊണ്ട് രംഗത്തിറങ്ങി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ രാജ്യത്തിൻ്റെ അന്തസ്സ് കെടുത്തിയ സംഭവ വികാസം 1 അല്ല 2 അല്ല 3 അല്ല, ഒരുപാട് സംഭവങ്ങൾ. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റില്ല. വിലക്കയറ്റത്തിനായി സമരം നടത്തുമ്പോൾ പാവപ്പെട്ടവന്റെ മനസ്സിൽ വയറ്റിൽ ആഹാരം ഉണ്ടാക്കാൻ വർഗീയത കൊടുത്താൽ മതിയോ? ഒറ്റ തന്ത്രം മാത്രം, ജനങ്ങളെ വിഭജിക്കുക, വർഗീയതയുടെ പേരിൽ വിഭജിക്കുക, യഥാർത്ഥ പ്രശ്നങ്ങളെന്നും ഒളിച്ചുകൂടുക. ഈ രാജ്യത്തിൻ്റെ എല്ലാ അന്തസത്യയെയും നമ്മുടെ ദേശീയ നേതാക്കന്മാരെയും തമസ്കരിക്കാനുള്ള പരിശ്രമം നടത്തുക. ഈ നാടിൻ്റെ മുഴുവൻ അഭിമാന ബോധവും ഇല്ലാതാക്കുക, നാടിനെ സർവത്ര വിറ്റു തുലക്കുക എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഞാൻ കൊല്ലത്ത് കടപ്പുറത്ത് ഇന്നലെയുമായി കടലിൽ ഒരു സമരം നടത്തുകയായിരുന്നു കോൺഗ്രസിൻ്റെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ്. ഞാൻ അവിടെ പോയിരിക്കുകയായിരുന്നു. എന്താണ് അവിടെ നിങ്ങൾക്കറിയോ? ഇപ്പം കടലും കാടും ഖനനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. കടൽ മാത്രമല്ല, പത്തനംതിട്ടയിലൊക്കെ വരും, അത് കാടും വിട്ടുകൊടുക്കും. കടലിലെ മത്സ്യസമ്പത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ, ഇൽമനേറ്റിന്റെ ശേഖരമുള്ള ഏറ്റവും പ്രദേശങ്ങളിൽ സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം പാടില്ല എന്ന് തീരുമാനിച്ചതാണ്. അത് തീരുമാനം നിലനിൽക്കെ തന്നെ അത് വളഞ്ഞ വഴിയിലൂടെ കൊടുക്കാൻ വേണ്ടി കടൽ മണൽ ഖനനം ചെയ്യാം. കടൽ മണൽ ഖനനം ചെയ്യുമ്പോൾ അതിൽ ഇൽമനേറ്റ് വന്നാൽ അത് അവർക്ക് കാശ് കൊടുത്ത് സ്വന്തമാക്കുകയും ചെയ്യാം. കേരളത്തിന്റെ കടൽ മൊത്തത്തിൽ വിൽക്കാൻ, ഇന്ത്യയുടെ കടൽ വിൽക്കാനുള്ള ഗൂഢാലോചനയാണ്. ഇത് തന്നെയാണ് കാടിലും വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ രാജ്യത്തെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടം നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയത്തിന്റെ അടുത്തെത്തി. എല്ലാവർക്കും ആശങ്കയായിരുന്നു കോൺഗ്രസ് ഇല്ലാതാവും, കോൺഗ്രസ് തീർന്നു പോവും, കോൺഗ്രസ് മുക്ത ഭാരതമാണ്, നമുക്ക് 35 സീറ്റ് പോലും കിട്ടില്ല. പാർലമെന്റ് ഇലക്ഷൻ മുമ്പ് വന്നത് സർവേകളെല്ലാം പറഞ്ഞു കോൺഗ്രസിന് 35 സീറ്റ്, കോൺഗ്രസ് തീർന്നു പോകും. 400-ലധികം സീറ്റുമായി 400 പാർ. ഇന്ത്യയിൽ മോഡി വീണ്ടും വരും, ഭരണഘടന മാറ്റും, ഈ നാട്ടിൽ ആരെങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നവർ പറഞ്ഞു. നമ്മളിൽ പലരും പോലും സംശയിച്ചു നോക്കി. കാരണം നമ്മുടെ കയ്യിലുള്ള പൈസ മുഴുവൻ അവർ എടുത്തുകൊണ്ട് പോയി. ഇൻകം ടാക്സ്, പണമില്ല കോൺഗ്രസ് പാർട്ടിക്ക്, എല്ലാവരും അങ്കലാപ്പിലാണ്.
പക്ഷേ അവിടെ നിന്നും നമ്മൾ നടത്തിയ പോരാട്ടത്തിൽ കേവലം 20 സീറ്റുകളുടെ 22, 25 സീറ്റുകളുടെ കുറവിലാണ് ഇന്ത്യ രാജ്യത്തിൽ അധികാരം ഇന്ത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും വലിയൊരു മെസ്സേജ് ഇന്ത്യയിലെ ജനങ്ങൾ കൊടുത്തു. നരേന്ദ്രമോദി വിചാരിച്ചാൽ പോകുന്നതല്ല ഇന്ത്യയിലെ ജനങ്ങൾ എന്നുള്ള മെസ്സേജ് ആ പ്രതികൂല കാലാവസ്ഥയിലും കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. കോൺഗ്രസിന്റെ മുക്ത ഭാരതം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, കോൺഗ്രസ് ഇല്ലാതായി പോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് തെളിയിച്ച ഇലക്ഷൻ ആയിരുന്നു കഴിഞ്ഞ 2024 ഇലക്ഷൻ. അതാണ് പത്തനംതിട്ടയിലും ശ്രീ ആന്റോ ആന്റണി, ശ്രീ സുരേഷ് മാവേലിക്കരയിലും ഞാൻ ആലപ്പുഴയിലും ഒക്കെ തന്നെ ഉജ്ജ്വലമായ വിജയവുമായി രംഗത്ത് വന്നത്. അതുകൊണ്ട് അങ്കലാപ്പിനൊന്നും കാര്യമില്ല. തിരഞ്ഞെടുപ്പിന്റെ രീതികളെക്കുറിച്ച് ആക്ഷേപമുണ്ട്, നമുക്കറിയാം. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ആക്ഷേപമുണ്ട്. മുഴുവൻ അട്ടിമറിക്കാനുള്ള പരിശ്രമമുണ്ട്. ഇതിനെതിരായിട്ടുള്ള ഒരു യുദ്ധമാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. ജനാധിപത്യത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം. ഇലക്ഷൻ കമ്മീഷൻ പോലും കോംപ്രമൈസ് ആയ ഒരു കാലഘട്ടം നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്ന ബോഡിയിൽ ചീഫ് ജസ്റ്റിസ് ഇരുന്നാൽ എന്താ കുഴപ്പം? പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും. ഇതാണ് ജസ്റ്റിസ് ജോസഫ് സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് കൊടുത്ത വിധി. ആ വിധി മറികടക്കാനാണ് ചീഫ് ജസ്റ്റിസിനെ മാറ്റി പകരം തന്റെ ഒരു മന്ത്രിയെ അദ്ദേഹം മാറ്റിയത്. ഇപ്പൊ മന്ത്രിയും പ്രധാനമന്ത്രിയും തീരുമാനിച്ചാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാവും. ഇലക്ഷൻ കമ്മീഷനെ തിരിമറിക്കാൻ, വോട്ടർ പട്ടിക തിരിമറിക്കാൻ എന്തെല്ലാം പരിശ്രമങ്ങൾ അവർ നടത്തിയാലും ഇതെല്ലാം കഴിഞ്ഞ പാർലമെന്റിൽ ഇവർ നടത്തി. എന്നിട്ടും അവർക്ക് കിട്ടിയത് 20-22 സീറ്റിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ സംശയം വേണ്ട, വരാനിരിക്കുന്ന നാളുകൾ നമുക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിനുള്ള ഇച്ഛാശക്തിയുള്ള ശക്തമായ നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് ആരും അതിനകത്ത് വേദനാവേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ പാർട്ടി തകർന്നു പോയി എന്ന് പറഞ്ഞ നാഗാലാൻഡിലെ പാർലമെന്റ് മെമ്പർ ആരാ? കോൺഗ്രസ്. മേഘാലയയിലെ പാർലമെന്റ് മെമ്പർ ആരാണ്? കോൺഗ്രസ്. മണിപ്പൂരിലെ 2 മെമ്പർമാരും അവിടെ എല്ലാം തകർത്തു എന്ന് പറഞ്ഞ് അവിടെ യുദ്ധസന്നാഹമായിരുന്നു. 2 പാർലമെന്റ് മെമ്പർമാരാണ് കോൺഗ്രസ്. ഇപ്പൊ ജനം കോൺഗ്രസിനെ കൈവിടുന്നതല്ല, ജനം കോൺഗ്രസിനോടൊപ്പമാണ് തെളിയിച്ച ഇലക്ഷനായിരുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ ആർജവത്തോടെ മുന്നോട്ട് പോകാനുള്ള നടപടി പോലുണ്ട്. അത് കേന്ദ്രത്തിൻ്റെ സ്വഭാവമാണ്. ഇവിടെ ഇരിക്കുന്നത് ഒട്ടും വ്യത്യാസമല്ല. നരേന്ദ്രമോദിയും പിണറായി വിജയനെയും ബന്ധിപ്പിക്കുന്ന കണ്ണി എന്താണെന്ന് ഞാൻ ഇടത്ത കാലത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ കണ്ണി? ഇപ്പൊ കേരളത്തിൽ 3.0 കുറിച്ച് ചിലർ സംസാരിക്കുക. ചില രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാര് രാജാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ പാട്ടുപാടും, അവർ ഗീതങ്ങൾ ഉന്നയിക്കും. ആ രാജഭക്തിക്ക് വേണ്ടി, രാജഭക്തിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. അത്തരം രാജദാസന്മാർ ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും കേരളത്തിൽ 3.0 എന്ന് പറഞ്ഞിട്ട്. എന്തിന്റെ പേരിലായി 3.0 വരാൻ വേണ്ടി പോകുന്ന കേരളത്തിൽ? അരിയാഹാരം കഴിക്കുന്ന ഏതെങ്കിലും കേരളീയൻ ആ രീതിയിൽ ചിന്തിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ദുരന്തം തന്നെ സഹിക്കാൻ വയ്യാതെയായി തകർന്നു കിടക്കുന്ന കേരളത്തിന്റെ ജനങ്ങളുടെ മുമ്പിൽ നോക്കി 3.0 എന്ന് പറഞ്ഞ് കളിയാക്കിയാൽ സഖാവേ PR കൊള്ളാം, പക്ഷെ സാധാരണക്കാരന്റെ മനസ്സിലേക്ക് വരില്ല. ഒരു കാര്യം ഞാൻ മാത്രമേ പറയാം. ഞാൻ ശ്രീ പിണറായി വിജയനെയും സഖാക്കളെയും വെല്ലുവിളിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ 3.0 മൂന്നാമതൊരു പിണറായി വിജയൻ ഭരണം എന്ന് മാർക്സിസ്റ്റ് പാർട്ടി അണികളിൽ ഒരു റഫറൻഡം നടത്തിയാൽ അവിടെ നിങ്ങൾ പരാജയപ്പെടും. എന്നിട്ട് വേണ്ടേ ജനങ്ങളടുത്ത് ജയിക്കാൻ? മാർക്സിസ്റ്റ് അണികളിൽ നിങ്ങൾ നിർത്ത്, അവരോട് ചോദിക്ക് വീണ്ടും ഒരു പിണറായി ഭരണം വേണമെന്ന്. അവർ തലയിൽ തൊട്ട് കൈവച്ചിട്ട് പുറത്തു പറയാൻ പേടിയാണ്. പിന്നെ അവനെ വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ ജയിലിലാക്കും, വേറെ ചെയ്യും. പക്ഷെ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ പറയും വേണ്ടേ വേണ്ട. ഇവിടെ എന്താണ് നടക്കുന്നത് കേരളത്തിൽ? ഇവിടെ നടക്കുന്നത് മോഡിയേക്കാൾ വലിയ കോർപ്പറേറ്റ് വൽക്കരണമാണ്. സമ്പന്ന വർഗത്തിന് വേണ്ടി മാത്രമുള്ള ചിന്താഗതിയുമായി നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല. കമ്മ്യൂണിസത്തിന്റെ ആശയാദർശങ്ങൾ പങ്കുവെക്കുന്ന ഗവൺമെന്റ് ആണെങ്കിൽ ആശാ വർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടറിയിൽ സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്നതിന് പിറ്റേ ദിവസം അവരെ വിളിച്ചിരുത്തി അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കുമായിരുന്നു ഈ ഗവൺമെന്റ്. അവർ ചോദിച്ച ന്യായമായ ആവശ്യം എന്തൊരു കൊട്ടിഘോഷമായിരുന്നു. കോവിഡ്
നമ്മളൊക്കെ കണ്ടതല്ലേ കോവിഡ് കാലം. ആരാ പാവങ്ങൾ വർക്ക് ചെയ്തത്? ഈ കോവിഡിന്റെ കാലത്തൊക്കെ വർക്ക് ചെയ്ത് ആശമാരല്ലേ? അവരല്ലേ ഗ്രാമങ്ങളിൽ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഏറ്റവും ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരാണ്? ആശമാർ. അവർക്ക് കൊടുക്കേണ്ട ഓണറേറിയം, അവർക്ക് കൊടുക്കേണ്ട അധിക തുകകൾ, അത് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവരെ ആക്ഷേപിക്കുകയല്ലേ സർക്കാർ ചെയ്തത്? അവരെ ആക്ഷേപിക്കുക മാത്രമല്ല, അവരത് കൊടുക്കാൻ പറയുമ്പോൾ അത് കൊടുക്കാൻ കാശില്ലെന്ന് പറഞ്ഞ ഗവൺമെന്റ്. ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷന് ശമ്പളം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊന്നും അഭിപ്രായം പറയാൻ പോകുന്ന ആളല്ല. പക്ഷെ സർക്കാരിനൊരു പ്രയോറിറ്റി വേണം. PSC മെമ്പർമാരുടെ ശമ്പളമാണോ വർദ്ധിപ്പിക്കേണ്ടത്? ആശാപ്രവർത്തകരുടെ ശമ്പളമാണോ വർദ്ധിപ്പിക്കേണ്ടത്? അവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശികയാണോ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് രണ്ടാമത് ആലോചിക്കേണ്ടി വരില്ല. അവിടെ ആശാപ്രവർത്തകൻ മുന്നിൽ വരും. ഈ സർക്കാർ കമ്മ്യൂണിസ്റ്റ് അല്ലാത്തത് കൊണ്ടാണ്, ഈ സർക്കാർ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കാത്തത് കൊണ്ടാണ്, ഇത് തീർത്തും മുതലാളിത്ത സർക്കാർ ആയതുകൊണ്ടാണ്. അവിടെ PSC മെമ്പർമാർക്ക് ശമ്പളം കൂട്ടാൻ നമ്മുടെ പഴയ സ്നേഹിതൻ തോമസ് മാഷ്ക്ക് എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ 10 കൊടുക്കാൻ ഒക്കെ തന്നെ തീരുമാനിച്ചത് ആ ഒരു മാനസികാവസ്ഥയുടെ ഭാഗമായിട്ടാണ്, അതില്ലാതെ വേറൊരു ഭാഗമായിട്ടാണ്. എന്തൊക്കെ ഇവിടെ സാധാരണക്കാർ ഇപ്പം വരാൻ വേണ്ടി പോകുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ? ഇപ്പം അവരിപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് എടുക്കാൻ വരുമ്പോൾ ഇപ്പം ചെയ്യുന്നൊരു കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പം പെൻഷൻ കൊടുക്കില്ല, പിടിച്ചു വെക്കും. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, എല്ലാ സാമൂഹ്യ പെൻഷനുകളും ഇപ്പൊ പിടിച്ചു വെക്കാണ്. കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് അങ്ങനെയായിരുന്നു. സാധാരണക്കാരന്റെ അവകാശമായി കിട്ടേണ്ടതാണ് ഈ ആനുകൂല്യങ്ങളെല്ലാം. ഈ ആനുകൂല്യങ്ങളെല്ലാം പിടിച്ചു വെച്ചിട്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് എന്തോ തരാൻ വേണ്ടി പോകുന്നു പറഞ്ഞ് കുറച്ച് പ്രഖ്യാപനം നടത്താൻ വേണ്ടി അതാണ് മനസ്സിലിരിപ്പ്. അങ്ങനെ ജനങ്ങളെ ഇലക്ഷന് വേണ്ടി കുറച്ച് കൈക്കൂലി കൊടുത്താൽ ഈ പറയുന്ന എല്ലാ പേരുദോഷവും ഈ സർക്കാരിനെ മുഴുവൻ സർക്കാർ വിരുദ്ധ ജനങ്ങളുടെ മനോഭാവവും മാറിക്കിട്ടും എന്നാ വിചാരിക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ ചക്ക വീണാൽ മുയൽ അവിടെ കിടക്കും. എല്ലാ പ്രാവശ്യവും ചക്ക വീഴുമ്പോൾ മുയൽ ഉണ്ടാവില്ല സഖാവ് പിണറായി എന്നുള്ള കാര്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പറയുന്നു. ഒരു സംശയവും നമുക്കാർക്കും വേണ്ട. നിങ്ങൾക്കാർക്കും അങ്കലം എന്തായിരുന്നു? വിദേശ യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ വരുന്നു. ആ പാവപ്പെട്ട നമ്മുടെ TP ശ്രീനിവാസന്റെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയർപേഴ്സൺ, അദ്ദേഹത്തെ പോലെ ഏറ്റവും പ്രാമാണികത്വമുള്ള ഒരു നേതാവിനോട് കാണിച്ച എന്തായിരുന്നു 10 കൊല്ലം മുമ്പ്? ഇപ്പൊ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ വിദേശ സർവകലാശാല വേണം. ഇപ്പം ഇന്നലെയും മിഞ്ഞാന്നുമായിട്ട് നിക്ഷേപ സമാഹരണം എന്തോ യജ്ഞോ എന്നാലല്ല ഇൻവെസ്റ്റ്മെന്റ് മീറ്റ്. സ്നേഹിതന്മാരെ, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കൊള്ളാം. ഞങ്ങൾ മുൻപേ തന്നെ ഇതിനൊക്കെ അനുകൂലമായിരുന്നു. ഇവിടെ നിക്ഷേപം വരണം, ഇവിടെ വ്യവസായങ്ങൾ വരണം, ഇവിടെ തൊഴിലുണ്ടാക്കണം. വ്യവസായങ്ങൾ വരാനും നിക്ഷേപം വരാനുള്ള ഏറ്റവും വലിയ ലക്ഷ്യം തൊഴിലുണ്ടാക്കാനായിരിക്കണം. ഈ പത്തനംതിട്ടയിലെ പാവപ്പെട്ട റബ്ബർ കൃഷിക്കാരൻ, ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളി, ആലപ്പുഴയിലെ കയർ തൊഴിലാളി, കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളി, കൈത്തറി തൊഴിലാളികൾ, അവരൊക്കെ മര്യാദക്കൊന്നും ഉണ്ടിട്ട് എത്ര കാലമായി? ആഹാരം കഴിച്ചിട്ട് എത്ര കാലമായി? ഭക്ഷണം കഴിച്ചിട്ട് ജീവിത പ്രയാസങ്ങൾ കൊണ്ട് പൊറുതിമുട്ട് നിൽക്കുന്ന ഈ പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾ, കാർഷിക മേഖലയിൽ ജീവിക്കുന്നവർ, കൃഷിക്കാർ, കാർഷിക തൊഴിലാളികൾ, എന്ത് പദ്ധതിയാണ് പിണറായി അവർക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തത്? കഴിഞ്ഞ അവർക്ക് വേണ്ടി ക്ഷേമം ഉണ്ടാക്കാൻ എന്താണ് നിങ്ങൾ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. അത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് പരമാവധി ദ്രോഹമുണ്ടാക്കുന്ന നടപടികൾ. അപ്പോൾ ഈ നിക്ഷേപ സംഗമമൊക്കെ നടക്കുമ്പോൾ, വ്യവസായ നിക്ഷേപ സംഗമമൊക്കെ നടക്കുമ്പോൾ ഞങ്ങളതിനെ എതിർക്കാൻ തയ്യാറല്ല, പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാണ്. പക്ഷെ നിക്ഷേപ സംഗമം കുറെ അദാനിമാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അവരുടെ കാശ് തട്ടിയിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാനുമാണെങ്കിൽ ആ പൂതിയല്ല കേരളത്തിന് വേണ്ടത്. അതല്ല കേരളത്തിന് വേണ്ടത്. കേരളത്തിന് വേണ്ടത് ഈ അടിസ്ഥാനപരമായി മണ്ണിൽ നിൽക്കുന്ന പാവപ്പെട്ടവനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വ്യവസായങ്ങൾ വരണം, സംരംഭങ്ങൾ ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ടുള്ള പോളിസി ഉണ്ടാകണം. അതുണ്ടാക്കാൻ ഉള്ള മാനസികാവസ്ഥയല്ല
ഇപ്പം AI കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പറ്റുമെങ്കിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സഖാവ് പിണറായിയുടെ ഈ കോർപ്പറേറ്റ് മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് സഖാക്കളൊന്ന് പരിശോധിക്കുക. അവിടെ ആളുകളുടെ വിസിയൊക്കെ മാറ്റാൻ പറ്റും, മൈൻഡ് മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പറ്റുമെങ്കിൽ ആ സഖാവ് പിണറായിയുടെ ആ മൈൻഡൊന്ന് മാറ്റാൻ പറ്റുമെന്നൊന്ന് നോക്കുക. പാവപ്പെട്ട സഖാക്കൾ പ്രാർത്ഥിക്കേണ്ടത് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം ആ പാർട്ടി കുറച്ച് പേര്. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുക. അല്ലാതെ മുതലാളിത്ത മനസ്സുമായിട്ടുള്ള ഒരാൾ ഈ നിക്ഷേപ സംഗമത്തിൽ ഇറങ്ങിയാൽ അത് മുതലാളിമാരെ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. അതാണ് കഴിഞ്ഞ 8 കൊല്ലമായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളിയെ ശക്തിപ്പെടുത്താനല്ല. കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന എല്ലാ മുതലാളിത്ത പ്രീണന നയങ്ങൾക്കും കാവൽ നിൽക്കുന്ന ജോലിയാണ് സാക്ഷാൽ പിണറായി വിജയൻ ഇവിടെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പാവപ്പെട്ടവനില്ല, പട്ടികജാതിക്കാർ. സുരേഷ് ഉണ്ടല്ലോ ഇവിടെ ഇരിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി എല്ലാ കാലത്തും പോരാടിക്കൊണ്ടിരിക്കുന്ന ജനപ്രതിനിധി. ഞാൻ ചോദിച്ചോട്ടെ സിസ്റ്റർ സുരേഷ്, UDFന്റെ ഗവൺമെന്റിലാണെങ്കിൽ പന്തളം ഇവിടെ ഇരിക്കുന്നുണ്ട്. UDFന്റെ ഗവൺമെന്റിലാണെങ്കിൽ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കൊരു മന്ത്രി ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ പുകല്? ഞാനത് കമ്മ്യൂണിസ്റ്റുകാരന്റെ പുകല് മാത്രമല്ല ചോദിക്കുന്നത്. അതെന്താ അവകാശമല്ലേ അവരുടെ അവകാശമല്ലേ? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗം അവരുടെ പ്രശ്നങ്ങൾ പറയാൻ അവരിൽ നിന്ന് ഒരാൾ ആ ക്യാബിനറ്റ് ഉണ്ടാകേണ്ടതല്ലേ? അത് കൊടുത്തോ? അത് കൊടുത്തില്ല. എന്നിട്ടിപ്പോൾ ചോദിക്കും പറഞ്ഞു രണ്ടിനും കൂടെ ഒന്നാണ് ട്രൈബലിൻ്റെ SC ST കൂടെ ഒരു മന്ത്രി കൊടുത്തിട്ടുണ്ടെന്ന്. കാര്യം പട്ടിക സമൂഹത്തിൻ്റെ, ദളിത് സമൂഹത്തിൻ്റെ പ്രയാസങ്ങൾ, പിന്നോക്ക സമുദായത്തിൻ്റെ പ്രയാസങ്ങൾ ഒന്നും അവരുടെ അജണ്ടയിലില്ല. ഇപ്പം അവരുടെ അജണ്ടയിൽ ആകെ ചില കോർപ്പറേറ്റ് മുതലാളിമാരുടെ അജണ്ടകൾ, പിന്നെ കൊട്ടാരം വിദൂഷകന്മാരായിട്ടുള്ള ചിലരുടെ സ്തുതിഗീതങ്ങൾ, ഇതാണുള്ളത്. ഇവരൊന്നും പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് ജനം മടുത്തിരിക്കുന്ന ഒരു സർക്കാരാണ്. കമ്മ്യൂണിസ്റ്റുകാരനുൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങൾ മടുത്തിരിക്കുന്ന. അതുകൊണ്ട് കോൺഗ്രസ്സുകാരായ നിങ്ങൾക്ക് ഒരു അങ്കലാപ്പം വേണ്ട. ചിലരെ കോൺഗ്രസ്സിൽ അഭിപ്രായ വ്യത്യാസം വരും, അടിക്കും പിടിക്കും. ഈ ജനവിരുദ്ധ സർക്കാരിനെ താഴെ ഇറക്കാൻ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഐക്യ ജനാധിപത്യത്തിനുണ്ട് ഓരോ പ്രവർത്തകനും നേതാവും ഒറ്റക്കെട്ടായിട്ടായിരിക്കാം ഈ പോരാട്ടം ഇനിയുള്ള ഒരു വർഷക്കാലം നടത്താൻ പോകുന്നത്. ഒരു സംശയം ആർക്കും വേണ്ട. ഈ പോരാട്ടം ഒറ്റക്കെട്ടായിട്ടായിരിക്കും. അല്ല കോൺഗ്രസ് ജയിക്കണ്ട, UDF ജയിക്കണ്ടെന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാരനും UDFകാരനും തീരുമാനിക്കാൻ വിചാരിച്ചാൽ ആ തീരുമാനിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങുമെന്നുള്ളതിന് എനിക്ക് അശേഷം സംശയമില്ല. അവർ ജനങ്ങളുടെ ആവശ്യമായിട്ടാണ് ഇത് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ചെറിയ ചെറിയ അഭിപ്രായം. ഞങ്ങളുടെ പാർട്ടി വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. ഇതാണ് കോൺഗ്രസിൻ്റെ സൗന്ദര്യവും. നിങ്ങൾക്ക് വിമർശിക്കാം. വിമർശിക്കുന്ന ആളെയെല്ലാം 52 വെട്ടി കൊല്ലുന്ന പാർട്ടിയല്ല. വിമർശിക്കുന്ന ആളുകളുടെ കടക്കുപുറത്ത് എന്ന് പറയുന്ന പാർട്ടിയല്ല. വിമർശനങ്ങളുണ്ടാവും. പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏത് വിമർശനങ്ങളെയും ഫൽവാത്മന സ്വാഗതം ചെയ്യുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒരു സംശയവും വേണ്ട. ഇങ്ങനെ വിമർശിച്ചിട്ടാണ് ഈ പാർട്ടി ശക്തിപ്പെട്ട് മുന്നോട്ട് പോയത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾ ഒറ്റക്കെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമായിരിക്കും, പരിഹരിക്കും, ഒന്നിച്ചിരിക്കും, കൂട്ടായി യോജിക്കും, ഒന്നിച്ച് മുന്നോട്ട് പോകും. നമുക്ക് ഒറ്റ ലക്ഷ്യമാകുന്നുണ്ട്. ലക്ഷ്യത്തിനുള്ള വ്യത്യാസം ഉണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. എവിടെയെങ്കിലും ലക്ഷ്യം പിഴക്കുന്നുണ്ടോ നോക്കിയാൽ മതി. ലക്ഷ്യത്തിൽ വ്യത്യാസമില്ലെങ്കിൽ ഈ കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഒരു ചലനവും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല. മാത്രമല്ല എന്ന് വെച്ച് ഞാൻ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ പറയല്ലേ കേട്ടോ, അതല്ല. അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാക്കാൻ പറയല്ല. പക്ഷെ അഭിപ്രായ വ്യത്യാസം പറയുന്നവരെ കൈകാര്യം ചെയ്യാൻ ആ ശീലം കോൺഗ്രസിന് ഇല്ലാന്നും കൂടെ പറയാനാണ്. അഭിപ്രായ വ്യത്യാസങ്ങളെ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ നോക്കിക്കാണും. അത് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ട അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിൽ സമ്പൂർണ്ണമായി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. അതാണ് കോൺഗ്രസിന്റെ ശൈലി. ഇവിടെ അതല്ല. അതൊക്കെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളാണ്. വലിയ പ്രശ്നം എന്താണ്? വലിയ പ്രശ്നം ഈ നാടിനെ തകർക്കുന്ന, ഇല്ലാതാക്കുന്ന, കടലിനെ വെക്കാൻ ശ്രമിക്കുന്ന, വനത്തെ വെക്കാൻ ശ്രമിക്കുന്ന, ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ വികാരങ്ങളെ കണക്കിലെടുക്കാത്ത മോഡിയുടെയും പിണറായിയുടെയും സർക്കാരിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കുക, അവരെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്ന ഏറ്റവും വിശാലമായ രാഷ്ട്രീയ താല്പര്യവും സങ്കല്പവുമാണ് നമ്മളെ ഓരോരുത്തരെയും നയിക്കേണ്ടത്. അത് നിങ്ങൾക്കുണ്ടാവണം. അതിനാണ് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കേണ്ടത്.
നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്ലിയർ ആയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. KPCC സർക്കുലറൊക്കെ അയച്ചിട്ടുണ്ട്. ഇത് സാധാരണ സർക്കുലറായിട്ട് നിങ്ങൾ ആരും കണക്കാക്കണ്ട. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പത്തനംതിട്ടയിൽ 5 സീറ്റുണ്ട് സാറേ. ആൻഡോ ആന്റണി MP ആണ് അദ്ദേഹം. ഇവിടുന്ന് MLA ആയിരുന്ന ആളാണ്, അടൂർ പ്രകാശ്. അദ്ദേഹം ഈ 5 സീറ്റ് കോന്നി, അടൂർ, പത്തനംതിട്ട, റാന്നി, ആറന്മുള, തിരുവല്ല പത്തനംതിട്ട, ആറന്മുള ഒന്നാണല്ലോ. ഈ ഹാളിരിക്കുന്നവർ മാത്രം ഒന്നിച്ച് വിചാരിച്ചാൽ ഈ 5 അസംബ്ലിയിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു വരും. അവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്നവരും അവിടെ ഇരിക്കുന്നവര് പാവങ്ങളല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 5ഉം നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഈ 5ഉം നമ്മളെ ഇടയിൽ വന്ന് ഭിന്നിപ്പുണ്ടാക്കി, ചോർച്ചയുണ്ടാക്കി, പരസ്പരം കുശുമ്പും കുന്നായ്മയൊക്കെ പറഞ്ഞിട്ട് അതിൽ കൈകാര്യം നേടി കാര്യം സാധിച്ചവരാണ് അപ്പുറത്തിരിക്കുന്ന 5 ഭരണകക്ഷിയം പാർട്ടികൾ. അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം ഈ ഹാളിൽ നിൽക്കുന്ന തീരുമാനമാണ്, രാജ്യം എന്തും നടന്നോട്ടെ, പുറത്ത് പത്തനംതിട്ടയ്ക്ക് പുറത്ത് എന്തും നടക്കട്ടെ, പത്തനംതിട്ടയ്ക്കകത്ത് ഈ ഇരിക്കുന്ന നേതാക്കന്മാരെല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു മനസ്സോടുകൂടി, അങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, പ്രവർത്തനത്തിലും ആക്ഷനിലും കാണാം. അത് നോക്കാനാണ് അരിവടകനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആരെങ്കിലും കുശുമ്പ് കാണിച്ചാൽ അത് AICC അറിയിക്കാനും കൂടിയിട്ടാണ് അദ്ദേഹത്തെ വെച്ചിരിക്കുന്നത്. അപ്പൊ 5 മണ്ഡലം നമുക്ക് ജയിക്കാം. അപ്പൊ നമ്മൾ എന്ത് സംഭവിച്ചാലും അത് ജയിക്കാനുള്ള പ്രവർത്തനം എങ്ങനെ നടത്താൻ പറ്റും? നിങ്ങളൊന്നിരിക്കും. അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോഴെത്ര പഞ്ചായത്തുണ്ടെന്ന് എനിക്കറിയില്ല. ജില്ലയിൽ നമ്മുടെ കയ്യിൽ എത്ര സതീശ? 13 നമ്മുടെ കയ്യിലുള്ളൂ. അല്ല, പറയാതിരിക്കുന്ന കാര്യം സത്യമല്ലേ അത്? ഒരു കാലത്ത് എല്ലാ പഞ്ചായത്തും, മിക്കവാറും എല്ലാ പഞ്ചായത്തും നമ്മുടെ കയ്യിലിരുന്ന ജില്ലയാണിത്. അപ്പം നമുക്ക് ഈ ഹാളിലിരിക്കുന്ന ആളുകളിലുണ്ടല്ലോ, ബാക്കി മുകളിലിരിക്കുന്നവർ വരുന്നത് വേറെ, ആദ്യം പറഞ്ഞതാണ് കാറ്റഗറിയിലാക്കുമല്ലോ വരുന്നത്. ഹാളിലിരിക്കുന്ന ആളുകൾ വരേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ്മാർ, ബ്ലോക്ക് പ്രസിഡന്റ്മാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, മെമ്പർ ഒക്കെ ആവേണ്ട. അവരെ അങ്ങ് പരമാവധി ആളുകളെ മെമ്പർമാരാക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതിനുവേണ്ടി പാർട്ടിയെ സജ്ജമാക്കാനാണ് ഈ യോഗം. വാർഡ് പ്രസിഡന്റ്മാരോട് ഒരു പ്രത്യേകിച്ച് കാര്യം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ചെവിക്കൊള്ളരുത്. പുറത്ത് കേൾക്കുന്നത് കോൺഗ്രസ് പ്രശ്നമാണ്, കോൺഗ്രസിൽ ഇതാണ്, ഗ്രൂപ്പാണ്, ഒന്നും നിങ്ങൾ ചെവിക്കൊള്ളേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒറ്റ ലക്ഷ്യം ഉണ്ടാവണം, നിങ്ങളുടെ വാർഡിൽ കോൺഗ്രസിൻ്റെ ഒരു വാർഡ് പ്രതിനിധി പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലയിലും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള അധ്വാനം നിങ്ങൾ നടത്തണം. ഈസിയാണ്. നമുക്ക് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വന്നേ പറ്റുള്ളൂ. ഞാൻ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ സംഘടനാ ശൈലിയിൽ മാറ്റം വന്നേ പറ്റുള്ളൂ. നമ്മൾ ഇലക്ഷൻ കാലത്ത് മാത്രം വീട്ടിൽ പോകുന്ന പാർട്ടിയായിട്ട് ഒരു കാലത്തും കോൺഗ്രസ് മുമ്പുണ്ടായിട്ടില്ല. കോൺഗ്രസ് ആയിരുന്നു ജനങ്ങളുടെ പാർട്ടി. നാട്ടിലെ മധ്യസ്ഥം പറഞ്ഞു തീർക്കലും, നാട്ടിലെ പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസം തീർക്കലും, അവരുടെ സങ്കടങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഏറ്റവും സജീവമായ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. ഇടക്കാലത്ത് നമ്മുടെ തിരക്കുകൾ വന്നതിനിടയിൽ നമ്മൾ വിട്ടുപോയത് ആ വീട്ടുകാരെയാണ്. അതുകൊണ്ട് ഞാനടക്കമുള്ള ഈ സുരേഷും പ്രകാശും ആൻഡോ അടക്കമുള്ളവർ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ KPCC രാഷ്ട്രീയ സമിതി തീരുമാനിച്ചത് ഇല്ലേ ഷാജി? എന്താ തീരുമാനിച്ചത്? അതായത് ഒരു മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം എല്ലാ നേതാവും വീടുകൾ കയറി ഇറങ്ങണം. അതാത് സ്ഥലത്തെ വീടുകൾ കയറി ഇറങ്ങാൻ തീരുമാനിക്കുന്ന ഒരു പരിപാടി. അതെന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീടുകളിൽ നടക്കുന്ന എന്താണെന്ന് നമ്മളറിയും, അവരുടെ സങ്കടങ്ങൾ അറിയും, പ്രയാസങ്ങൾ അറിയും. അതുകൊണ്ട് ഇനി വരുന്ന 8 9 മാസം, 6 7 8 മാസമേ ഉള്ളൂ പഞ്ചായത്ത് ഇലക്ഷന്. ആ ഇലക്ഷനെ സജ്ജമാക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ തയ്യാറെടുപ്പുകളോടും കൂടി വാർഡ് പ്രസിഡന്റുമാർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വാർഡിലെ വോട്ടർ പട്ടിക നന്നാക്കുന്ന ജോലി, വാർഡ് വിഭജനമൊക്കെ വരും അതിനിടയിൽ, എനിക്കറിയാം. അപ്പോൾ അതിനൊക്കെ പ്രിപ്പറേഷൻ ഇനിയുള്ള നിങ്ങളുടെ മനസ്സ് മുഴുവൻ പഞ്ചായത്ത് ഇലക്ഷനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ മാറ്റണം. നിങ്ങൾ പ്രസിഡൻ്റാകുന്ന ഒരു വാർഡ് കമ്മിറ്റി നടക്കുമ്പോൾ, ഇലക്ഷൻ നടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ
കോൺഗ്രസ് പാർട്ടിക്ക് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു മെമ്പറെ കൊടുക്കാൻ കഴിഞ്ഞാൽ അതിനപ്പുറം വലിയൊരു സംഭാവന നിങ്ങൾ ഈ പാർട്ടിക്ക് നൽകാനില്ല എന്നുള്ളത് നിങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല അതെനിക്കറിയാം. അവിടെ വാർഡിൽ ബ്ലോക്ക് ഉണ്ടാവും, വാർഡിൽ ജില്ലയുണ്ടാവും, വാർഡിൽ ചിലപ്പോൾ സംസ്ഥാനവും ഉണ്ടാവും. ഇവരെല്ലാവർക്കും ബാധ്യതകൾ തന്നെയാണ് ഇത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, ജനങ്ങളുമായി ചേർന്നുകൊണ്ട്, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട്, ജനങ്ങളുടെ യഥാർത്ഥ പാർട്ടിയായി മാറ്റിക്കൊണ്ട് നമ്മൾ ഈ സർക്കാരുകളുടെ, രണ്ട് സർക്കാരുകളുടെയും ദോഷങ്ങൾ ജനങ്ങളെ എത്തിച്ചു കൊടുക്കാൻ, അവർക്ക് നന്മ എത്തിച്ചു കൊടുക്കാൻ, അവർക്ക് ആവശ്യമായ ആശ്വാസം എത്തിച്ചു കൊടുക്കാനുള്ള ഭഗീരഥ പ്രയത്നങ്ങളിൽ, പ്രക്രിയകളിൽ പങ്കാളികളാകുക എന്നുള്ളതാണ് നമുക്ക് ലക്ഷ്യം വെക്കാനുള്ളത്. പിന്നെ സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ നമ്മൾ നേരത്തെ KPCC തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കൃത്യമാണ്, വാർഡ് കമ്മിറ്റിയുടെ തീരുമാനമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിക്കുക എന്നുള്ളത്. ഇത് പറയുമ്പോൾ ഒരു ക്ലോസ് കൂടിയുണ്ട്. വാർഡ് കമ്മിറ്റി തീരുമാനിക്കുന്നത് ജയസാധ്യത നോക്കി മാത്രമായിരിക്കണം എന്നുള്ള ക്ലോസ് ഉണ്ട്. അതിൽ മാറ്റം വരുത്തിയാൽ ഇടപെടാൻ മോൾ കമ്മിറ്റിക്ക് അധികാരമുണ്ട് എന്നും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരങ്കലാപ്പിൻ്റെ അവകാശമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരങ്കലാപ്പിൻ്റെ അവകാശമില്ല. നമ്മുടെ പാർട്ടി സുഭദ്രമായിട്ട് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി, കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യത്തെ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അതിനൊന്നും ഒരു ആശങ്ക വേണ്ട. ഇത് പ്രചരിപ്പിച്ച് ഇപ്പം CPM-ൻ്റെ സോഷ്യൽ മീഡിയ പറയാൻ കാരണം അവരുടെ സോഷ്യൽ മീഡിയ നോക്കിയാൽ BJP-ക്കാരും അതിനകത്തുണ്ട്. ഇതാ 3-ാം പിണറായി വരാൻ പോലും 3-ാം. എൻ്റെ സഖാവേ, ഇനിയൊരു സുനാമി കൂടി സഹിക്കാനുള്ള ശേഷി കേരളത്തിൽ ഇല്ല എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് അവരൊന്നും അതിന് തുനിയില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളെ പാർട്ടിക്കാരുടെ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊന്നും നിങ്ങൾ വലിയ വ്യാധി കൊണ്ട ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. UDF ഒറ്റക്കെട്ടായി നിൽക്കും, പോരാടും, ജയിക്കും. ആ പോരാട്ടത്തിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ തരേണ്ട ഒരു ജില്ലയാണ് ഈ പത്തനംതിട്ട ജില്ല. 5 MLA-മാരെയും വിജയിപ്പിച്ചില്ലേ. പക്ഷേ ആറ്റിങ്ങലാണ് ജോലിയെന്ന് എനിക്കറിയാം. എന്നാലും ഈ ജില്ലയിൽ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഒരിക്കലും പിന്നോട്ട് മാറാൻ നിങ്ങൾക്കും കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് കൃത്യമായിട്ട്. അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും, ഈ സ്റ്റേജിലിരിക്കുന്ന നേതാക്കന്മാർ, ഇനി കുശുമ്പും കുന്നായ്മയായിട്ട് ഇപ്പം മോഹൻരാജ്, ശിവാസ് നായർ, മോഹൻരാജ് കുശുമ്പായിട്ട് നിൽക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. മോഹൻരാജ്, ശിവാസ് നായർ, ശിവാസ് നായർ, അവരെല്ലാം, മാലസരള ചേച്ചി, അവരെല്ലാവരും, പന്തളമുണ്ട്, ഇവരെല്ലാം ഈ ജില്ലയുടെ ആളാണ്. എല്ലാവരെയും ഉൾക്കൊള്ളണം. പുതിയ തലമുറയൊക്കെ നല്ലതാണ്. പക്ഷെ ആ നല്ല തലമുറ പഴയ തലമുറയെ കൂടി സ്നേഹം ഏറ്റെടുത്തുകൊണ്ട് ഒരു യോജിപ്പോടുകൂടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയാൽ ഈ ജില്ല നമ്മുടെ കയ്യിൽ നിൽക്കും. അതിന് നേതൃത്വം തരാൻ ഉഗ്രന്മാരായ നേതാക്കന്മാരിവിടെ ഉണ്ട്. അവരെല്ലാം കൂടെ നേതൃത്വം കൊടുക്കും. കുര്യൻ സാറുണ്ട്, ആൻഡോ ഉണ്ട്, പ്രകാശുണ്ട്, DCC പ്രസിഡൻറ്റും ഉണ്ട്. എല്ലാത്തിനെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഡിസിഷൻ. അദ്ദേഹത്തിന് ഒരു സതീഷ് കൊച്ചുപറമ്പിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട നല്ല DCC പ്രസിഡന്റുമാർ ഒരാളെന്ന് ഞാൻ പറയും. അതുകൊണ്ട് എല്ലാവരെയും ഒരാളും ഒരു ദുർവാശി കാണിക്കാതെ, അത് തന്നെ മതി. ഒരു ക്വാളിഫിക്കേഷനാണ്, വലിയ ക്വാളിഫിക്കേഷൻ. ഒരു ഓർഗനൈസേഷൻ റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന് പറയുന്നതാണ്. അതിനൊരു വാശി പിടിക്കാതെ, പിടിവാശി പിടിക്കാതെ, ഒരാഴ്ച കൊണ്ട് വൈകിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള അതിന് വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കണം ഇന്ന് ഇവിടുന്ന് പോകേണ്ടത്. നിങ്ങൾ ഗ്രാമങ്ങളിൽ എത്തുമ്പോൾ, നിങ്ങളുടെ പഞ്ചായത്തിലെത്തുമ്പോൾ, നിങ്ങളുടെ വില്ലേജിൽ എത്തുമ്പോൾ, പത്തനംതിട്ടയിലെ കോൺഗ്രസിൻ്റെ ഒരു വലിയ മുന്നേറ്റം നിങ്ങൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി, ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തി. വരാനിരിക്കുന്ന 2 വലിയ തെരഞ്ഞെടുപ്പുകളിൽ ആ മെസ്സേജ് ഞങ്ങൾ പിടിച്ചെടുക്കും പത്തനംതിട്ട എന്നുള്ള മെസ്സേജ്, ആ ആത്മവിശ്വാസവും ആ കോൺഫിഡൻസുമായി പോകാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. നമ്മുടെ ജില്ലയിലെ 920 വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർക്കുള്ള കാർഡാണ് വിതരണം ചെയ്യുന്നത്. നമ്മുടെ ആദരണീയനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിക്ക് ഇന്ന് തന്നെ വൈകിട്ടത്തെ ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോകേണ്ടത് കൊണ്ട് 10 ബ്ലോക്കിലെ ഓരോ വാർഡ് പ്രസിഡന്റുമാർക്ക് ഇവിടെ വെച്ച് ഐഡന്റിറ്റി കാർഡ് വിതരണം ചെയ്യും. അതോടൊപ്പം തന്നെ 10 മണ്ഡലം പ്രസിഡന്റുമാർ, 10 ബ്ലോക്കിലെ 10 മണ്ഡലം പ്രസിഡന്റുമാർക്കും 10 ബ്ലോക്ക് പ്രസിഡന്റുമാർക്കും ഇവിടെ വെച്ച് ഐഡന്റിറ്റി കാർഡ് വിതരണം ചെയ്യും. ഇതിന്റെ നേതൃത്വം വഹിച്ചത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ രഘുനാഥ് കുളനടയും
ജില്ലാ വാർ റൂമിന്റെ കോർഡിനേറ്റർ അബ്ദുൾ ഹാരിസ് അവറുകളുമാണ്. ഇതിനുവേണ്ടി പേര് വായിക്കുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ രഘുനാഥ് കുളനടയെ ക്ഷണിക്കുന്നു. ബഹുമാനിലെ നമ്മുടെ ഐഡന്റിറ്റി കാർഡ് നൽകുന്ന പ്രതീകാത്മകമായ ഉദ്ഘാടന കർമ്മമാണ് ഈ വേദിയിൽ നടക്കുന്നത്. ആദ്യമായി റാന്നി പെരുന്നാട് മണ്ഡലത്തിൽ നിന്നുള്ള ശ്രീ സുരേന്ദ്രൻ ശബരിമല ക്ഷേത്രം നിൽക്കുന്ന ആ ഭൂമികയിൽ നിൽക്കുന്ന അവിടുത്തെ വാർഡ് പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ നൽകിക്കൊണ്ടാണ് ശബരിമല ക്ഷേത്രം നിലനിൽക്കുന്ന വാർഡിന്റെ പ്രസിഡന്റായ ശ്രീ സുരേന്ദ്രൻ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് നിർവഹിക്കും. അടുത്ത കല്ലുപ്പാറ മണ്ഡലത്തിലെ 14-ാം വാർഡ് പ്രസിഡന്റ് ശ്രീ ജോർജ് വർഗീസ്. കുളനട 14-ാം വാർഡ് രാധാമണി കെ. കൊടുമൺ 2-ാം വാർഡ് ശ്രീ വിനയൻ. കോന്നി 2-ാം വാർഡ് നിഷ അനീഷ്. അത് കുഴപ്പമില്ല. അടൂർ 13-ാം വാർഡ് അശ്വതി മോഹൻ വിദ്യാർത്ഥിയാണ്. അശ്വതി മോഹൻ. വാർഡ് 13. പത്തനംതിട്ട വെസ്റ്റ് MC സുബൈർ. മൈലപ്ര VK സോമൻ. കൊട്ടനാട് സജി ജോൺ.